നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗോപി ഇഷ്ടപ്പെട്ടിരുന്നത് പൊന്നാരം തോട്ടത്തിലെ ഇർഷി എന്ന പയ്യനെയാണ്. അയാളെ തന്നെയാണ് അഞ്ജലിയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേർക്കും പാവനെ തന്നെ വിവാഹം കഴിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല. നീയായിട്ടുള്ള വിവാഹത്തിന് ദേവികയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് ആ സുലോചന വാക്ക് തന്നിട്ടുള്ളതാ. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ വിളിക്കേ, വേഗം വിളിക്കേ, എന്നിട്ട് സ്പീക്കറിലിട്. വിളിക്കേ. ഓ, ഇവരിപ്പ എന്തിനാ വിളിക്കുന്നേ? അയ്യോ, വല്ല ഏടാകൂടോ ആണോ? ഇനിയിപ്പൊ തെറി പറയാനായിരിക്കോ? അവസാന നിമിഷം ഞാൻ കളം മാറിയതിന്റെ കലി ചിലപ്പോ കാണുമായിരിക്കും. എന്തായാലും എടുക്കാം. ഹലോ സുലോചനെ, എന്തൊക്കെയുണ്ടടി വിശേഷങ്ങള്? എടി, നീ കൂടെ നിന്നിട്ട് അവസാനം കാലും അറിയില്ലടി. അല്ല, അത് ഭദ്രനുമായിട്ടുള്ള വിവാഹത്തിന് ദേവിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതോ അതും മറന്നോ നീ? അയ്യോ, അത് ഞാൻ പിന്നെ മറക്കുവോ? എന്നിട്ട് എന്തായി? അവളെ സമ്മതിച്ചോ? നീ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോ? അതിപ്പോ ഭദ്രനിപ്പോ ജയിലിലല്ലേ? ജയിലിൽ ഇറങ്ങിക്കോട്ടെ. എടി, അവൻ ജീവിതകാലം മുഴുവനും ജയിലിൽ അട്ടിപ്പേർ കിടക്കുന്നാണോ നീ വിചാരിച്ചത്? അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയോ? എപ്പോ? ഇപ്പോ. ഇനി അവൻ പുറത്ത് തന്നെ കാണും. എപ്പോ അവനും അവളും തമ്മിലുള്ള കെട്ട് നടത്താം, അത് പറയേ. അത് എന്താടി, വാക്ക് മാറാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ നിനക്ക്? ഞാനങ്ങനെ വാക്ക് മാറ്റോ? അതെ സ്വർണ്ണമേ, നാളെ എന്റെ മോൾ അഞ്ജിതയുടെ കല്യാണോ? ഓഹോ, അത് ശരി. എന്നിട്ട് അത് നീ ഞങ്ങളെ ഒന്നും അറിയിച്ചില്ലല്ലോ. അത് പിന്നെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ടാ. ശരി ശരി, നീ വിഷയത്തിലേക്ക് വാ. ഇവരുടെ കല്യാണം എപ്പോഴത്തേക്ക് നടത്താം? ഉടനെ നടത്താം. നാളെ എന്റെ മോളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് എല്ലാം വേണ്ടതുപോലെ ചെയ്യാം. അതുവരെ ദേവി ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ സ്വർണ്ണമ്മേ? ശരി ശരി, തൽക്കാലം ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. കല്യാണം നടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വിളിക്കും. ഓ, അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കട്ടെ. അവളുടെ സന്തോഷമൊക്കെ അധികം വൈകാതെ മായും. ഞാനിത് മായ്ക്കും. നാളെയല്ലേ വിവാഹം? അത് കഴിഞ്ഞിട്ടേ ഇദ്ദേഹം ഇവിടെ വരുള്ളൂ എന്ന് ഞാൻ കരുതിയത്. അങ്ങനെ തന്നെയാണ് ഞാനും നിശ്ചയിച്ചിരുന്നത്. ഇന്നിത്തിരി സമയം കിട്ടിയപ്പോൾ ജോത്സ്യരെ വന്ന് കാണണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഇത് എൻ്റെ 2 പേരക്കുട്ടികളുടെയും ജാതകമാണ്. അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ദേവിയുടെയും അവളുടെ അനിയത്തി ഗോപിയുടെയും. ഇത് രണ്ടും ഗണിച്ച് കൃത്യം പ്രശ്നങ്ങൾ ജോത്സ്യർ എന്നോട് പറയണം. എൻ്റെ ഈ 2 പേരക്കുട്ടികൾക്കും എപ്പോഴും കഷ്ടതകളാണ്. അതൊന്ന് മാറിക്കിട്ടാൻ എന്താ പരിഹാരമെന്നറിയണം. 2 ജാതകവും വിശദമായിട്ട് ഗണിക്കണമെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂറോളം സമയം വേണ്ടിവരും. 2 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഗണിച്ച് പറയാം. അയ്യോ, അതിനുള്ള സമയമൊന്നുമില്ല. കല്യാണ തിരക്കിനിടയില്ല ഞാനിങ്ങോട്ട് ഓടി വന്നത്. പ്രധാനമായും എന്താണ് അറിയേണ്ടത്? അതിൽ ഗോപികയ്ക്ക് അവൾ ആഗ്രഹിച്ച വിവാഹം നടക്കാത്തതിൽ കടുത്ത വിഷമമുണ്ട്. എന്തുകൊണ്ട് അവൾ ആഗ്രഹിച്ച വിവാഹം നടന്നില്ല? എന്ത് ഗ്രഹപ്പഴയാണുള്ളത്? അതറിയണം. അതുപോലെ തന്നെ ദേവികമ്മളുടെ ഭാവി എങ്ങനെയാണെന്നും അറിയണം.
അതാണ് ഗോപികയുടെ ജാതകം. ഇത് ഞാൻ കൃത്യമായി ഉണ്ടാക്കിയ ജാതകമാണ്. ഇതിനെക്കുറിച്ചാണോ ഇദ്ദേഹം ഈ പറയുന്നത്? നാളെ വിവാഹം നടക്കാൻ പോകുന്നത് എൻ്റെ ഇളയ മകളുടെ മകൾക്കാണ്. ഗോപിക എൻ്റെ മൂത്ത മോൻ്റെ മോളാണ്. ഗോപി ഇഷ്ടപ്പെട്ടിരുന്നത് പൊന്നാരൻ തോട്ടത്തിലെ ഇർഷി എന്ന പയ്യനെയാണ്. അയാളെ തന്നെയാണ് അഞ്ജിതയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേർക്കും പാവനെ തന്നെ വിവാഹം കഴിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല. അങ്ങനെ ആ ജോൾസിന്റെ പ്രവചനം കാരണമാണ് ഗോപിയയ്ക്ക് അവൾ ആഗ്രഹിച്ച വിവാഹം മുടങ്ങിയത്. ഗോപിയെ വിവാഹം കഴിച്ച ഋഷിക്ക് എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എനിക്കതറിയാം. ഞാൻ പോയിട്ട് സൗകര്യം പോലെ വരാം. അന്നേരം ജോൾസിന് എന്നോട് വിശദമായിട്ട് പറയണം. എന്നാ ഞാൻ പോട്ടെ. ഋഷിയേട്ടാ, ദേ ആദ്യം ഇത് അങ്ങോട്ട് പിടിച്ചേ. പിടിക്കേട്ടാ, ഇത് ഏട്ടന്റെ കല്യാണത്തിന് എന്റെ വക ഗിഫ്റ്റാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.